ഈ ഗ്രാമം നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഗ്രാമമാണ്. ഈ കഥ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതുമായ ഒരു കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങൾ നമ്മളോ നമ്മുടെ നാട്ടുകാരോ ബന്ധുക്കളോ ആയിരിക്കാം. ഇനി വൈകണ്ട, നമുക്ക് കഥയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് തങ്കമണി ചേച്ചിയുടെ ചായക്കടയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് മാറാർക്ക അവിടുന്ന്. ഓ, എന്തൊരു മഴ. തങ്കമണി ചേച്ചിയെ, 1 മീറ്റർ ചായ. കാരണം ചേട്ടൻ നല്ല ഉറക്കത്തിലാണല്ലോ. ചേട്ടനെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുക ചേച്ചി. ചേച്ചിക്ക് ഒരു റെസ്റ്റ് കിട്ടും. ചേട്ടന്റെ ഈ മടി മാറിയാന്. ഓ, ഇരുന്ന് ഉറങ്ങണുണ്ടോ പകയൻ. ഇങ്ങേരുടെ പേര് കർണൻ എന്നാവൂല, കുംഭകർണനാവും. എന്തു പറയാൻ എന്റെ പാപ്പിയെ, എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നെന്നറിയാമോ? എന്നിട്ട് ഒടുക്കം കിട്ടിയതോ ഇങ്ങനെ ഒരു ഉറക്ക ഗുളികനെ. എന്റെ ഒരു വിധിയെ. ചേട്ടോ, എഴുന്നേറ്റ് മൂത്രം ഒഴിച്ചിട്ട് വന്നിരുന്ന് ഉറങ്ങ്. തങ്കമണി, പാപ്പിക്ക് ഒരു ചായ. ചായ കിട്ടിയേട്ടോ. ചേച്ചി, ഈ ചേട്ടന് വല്ല സെക്യൂരിറ്റി പണിയായിട്ട് വിട്ടാൽ നന്നായിരിക്കും. ചേച്ചിക്ക് മാസാമാസം ഒരു ചെറിയ വരുമാനവും കിട്ടും. ചേട്ടന് നല്ല ഉഷാറും ഉണ്ടാവും. ചേച്ചിക്ക് ഈ പണിയൊക്കെ ചെയ്യാൻ നല്ല താല്പര്യം തോന്നും. പാപ്പിയെ, ആ സത്യനെയും ശിവനെയും സുന്ദരനെയും കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഓ, എന്ത് പറയാനെന്റെ ചേച്ചി, അവര് 3 പേര് മുങ്ങിയതാ. ആദ്യം സത്യം മുങ്ങി, അവന് ജാമ്യം നിന്ന 2 ആളും മുങ്ങി. മിറ്റക്കളി ഇല്ലാണ്ടായപ്പോ ശിവനും സുന്ദരനും മുങ്ങി. ബാക്കിയുള്ളവന്റെ കാശ് 1ഉം 2ഉം അല്ല വെള്ളത്തിലായത്. പലിശയില്ല, മുതലൂല്ല. ഒന്നിനെ ഞാൻ വെറുതെ വിടൂല. 3 എന്നെങ്കിലും എന്റെ കയ്യിൽ വന്ന് പെടും. അവന്മാര് വല്ല വിദേശത്തേക്ക് മുങ്ങിയതാവും. കൊള്ളാട്ടാ. പട്ടണം എന്ന് പറഞ്ഞാ ഇതാണ്ട. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് കുറെ അകലെയായതുകൊണ്ട് നമ്മളെ ആരും തിരിച്ചറിയില്ലടാ. നമുക്കൊരു കലക്ക് കലക്കാം. ഓ, എന്റെ അമ്മേ, ദുറത്. നമ്മളിങ്ങനെ നടക്കുമ്പോ പോലും നമ്മൾ പുറപ്പെട്ടു എന്നാണ് തോന്നലാട്ടാ, അല്ലേ? എടാ പെരേമ പേരാ പെപ്പരേ, നമുക്ക് ഏതായാലും നഗരത്തിൽ സത്യനെ അന്വേഷിച്ച് നടക്കാതെ യാത്ര നടത്താം. ശരിയാണ് നീ പറഞ്ഞത്. സത്യനെ തിരക്കുള്ള യാത്ര ഇനി നമുക്ക് നിർത്താം. വേണ്ടിടത്തും വേണ്ടാത്തോടത്തും ഒക്കെ വക്കാലത്ത് പറഞ്ഞും ജാമ്യം നിന്നും നമ്മളെ ജീവിതം നശിച്ചത്. അവസാനം പുറപ്പെട്ടു പോണ വിവരമെങ്കിലും അവന് നമ്മളോടൊന്ന് പറയാറുണ്ട്. അവൻ കാരണം കൊണ്ട് നമ്മുടെ ഗതി എന്തായി? നാടുവിട്ടുകാരുടെ ഗതി കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, നമുക്ക് ഈ പട്ടണത്തിൽ തന്നെ ഒരു ജോലി കണ്ടെത്തി ഇവിടെ തന്നെ അവിടെ കൂടിയാലോ? അത് തന്നെ. നമ്മുടെ അളിയൻ ചെയ്തത് എന്തായാലും ഒട്ടും ശരിയായില്ല. നാട്ടുകാരുടെ മുന്നിൽ മുഖം ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യമായില്ല ഇപ്പോ. അളിയന്റെ കൂട്ടുകാരായ ആ ശിവനും സുന്ദരനും മുങ്ങിയ സ്ഥിതിക്ക് നമ്മൾ നിൽക്കുന്ന അത്ര പന്തിയല്ല. അതേതായാലും ശരിയാ. ഈ കടക്കാരല്ല നമ്മുടെ പുറകെ ഈ കടമൊക്കെ നമുക്ക് വിടാൻ പറ്റുമോ? തൽക്കാലം അമ്മയും കൂട്ടി നമുക്ക് പോകാം. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ തൽക്കാലം അമ്മ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അതിന് അമ്മ വരുമോ? നമ്മുടെ ഭാര്യമാരെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നേ. എന്റെ കുട്ടി പോയിട്ട് ഇന്നൊക്കെ ഒരാഴ്ചയായി, ഇതുവരെ ഒരു വിവരവും ഇല്ല. അവന്റെ അളിയന്മാര് തിരക്കുന്നുണ്ടമ്മേ. സത്യൻ എവിടെ ഉണ്ടെന്ന് ഉടൻ തന്നെ അറിയും. ഇനി അമ്മ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ശരിയാവില്ല. പണം കടം കൊടുത്തവരൊക്കെ ഇവിടേക്ക് കടന്നു വരും. ആളുകളോടൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടിയും വരും.
അമ്മ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണം. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാ ശരിയാവില്ല. ഇന്നലെ ബസ് സ്റ്റാൻഡിൽ ഉറക്കം കാരണം കൊണ്ട് റൂം വാടക ഒഴിവായി. പക്ഷെ കൊതുകേടിയാണ് സഹിക്കാൻ പാടാത്ത. ആത്മാർത്ഥമില്ലാത്ത കൊതുക് വല്ലാണ്ട് കടിച്ചു കളഞ്ഞു. ഈ സത്യം കാരണമാണ് നമുക്ക് ഈ ഗതികേടുണ്ടായത്. എവിടെ 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 ഈ ചെകുത്താൻ്റെ കാര്യം പറയരുത് ഇവിടെ. ചേട്ടാ ഇവിടെ നല്ല താഴ്ചയുണ്ട് ചേട്ടാ. അറിയില്ല. ചേട്ടാ ഇവിടെ താഴ്ചയുണ്ടോന്ന് വെച്ചേ അളക്കാനല്ല കുളിക്കാനാ. മണലെടുത്തിട്ടേ കപ്പൽ പോകാനുള്ള താഴ്ച ഉണ്ടാവും. അവസാനം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിട്ടേ പത്രത്തില് പടം അടിച്ചു വിടണ്ടല്ലോ വെച്ചിട്ടാ ചർമ്മവളത്തില്. ചേട്ടൻ തെറ്റിരിക്കണേട്ടാ. ചേട്ടനത് എത്ര വന്ന സോപ്പിട്ടേക്കണ ഇവിടെ? അത് പിന്നെ മുഖം ഭാഷ ചെയ്യാൻ ഇവിടേക്ക് ഒരാഴ്ച മുമ്പ് പതപ്പിക്കുന്ന തോന്നണേ. എടാ സത്യൻ. സത്യമായിട്ട് ഞാനല്ല സത്യൻ. എടാ എടാ ഇനി മുങ്ങാണ്ട് നോക്കടാ, മുങ്ങാണ്ട് നോക്കടാ. ചാടാ ചാടാ. സുന്ദര വീട് ഞാനല്ല സത്യൻ. നിങ്ങൾ എന്നെ ഇവിടെയും ജീവിക്കാൻ അനുവദിക്കില്ലേ? നീ ഇത് തന്നെ പറയണ ഞങ്ങളോടൊക്കെ. നിന്റെ കൂടെ നടന്നും ജാമ്യം നിന്നും ഇപ്പൊ കടക്കാരൊക്കെ ഞങ്ങളെ പറയാ. അതറിയോ നിനക്ക്? അവസാനം പുറപ്പെട്ടു പോകാൻ നേരത്തെങ്കിലും നിനക്കൊരു വാക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? ഇപ്പൊ നാട്ടിൽ നിന്ന് ഞങ്ങൾ മുങ്ങേണ്ടി വന്നില്ലേ? ചെയ്ത ബിസിനസ് ഒക്കെ പരാജയപ്പെട്ടപ്പോൾ, ബാധ്യതകൾ നാൾക്ക് നാൾ പെരുകിയപ്പോൾ നാട് വിടാല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യാം? നിങ്ങളോട് പറയാതെ പോകുന്നത് വലിയ തെറ്റായിപ്പോയി. എന്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആത്മഹത്യ, 2 ഒളിച്ചോട്ടം. ആത്മഹത്യ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെ എനിക്ക് ഫേസ് ചെയ്യേണ്ടായിരുന്നു. സോറിടാ. ഞങ്ങളൊന്നും കരുതി പറഞ്ഞല്ല. ഞങ്ങളുടെ അവസ്ഥ നിനക്ക് അറിയാമായിരുന്നല്ലോ. എന്താണ് അവിടെ ഒരു മണി വെച്ച? അതൊരു സ്വാമിയുടെ ആശ്രമമാണ്. വളരെ ശക്തിയുള്ള സ്വാമിയാ. സ്വാമി എന്ത് പറഞ്ഞാലും ഫലിക്കുമെന്നാ കേട്ടത്. അത്രയ്ക്ക് സിദ്ധിയുള്ള ആളാ. എടാ നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാലോ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോടാ? പോയാലോ? പോകാം. ചെറുക്കിനെ എനിക്ക് അറിയാവുന്ന ആളാ. എല്ലാവരും വളരെ നല്ല ആളുകളാ. ഇത് നടന്നു കിട്ടിയ നമ്മുടെ കുടുംബത്തിനാ ഗുണം. അല്ല, സുമയോടെ? അമ്പലത്തിൽ പോയിരിക്കുക. ഇപ്പൊ വരും. അഞ്ചും അമ്മും അകത്തില്ലേ? ഒരുമിച്ചാ പോയിരിക്കുന്നത്. വരുന്നുണ്ടല്ലോ. എന്താ അത്ര വൈകിയത്? അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു അച്ഛാ. നാളെ നീ ക്ലാസ്സിൽ പോകണ്ട. എന്താ അച്ഛാ? നാളെ നിന്നെ കാണാൻ ഒരു ചെക്കൻ വരും. നല്ല പാർട്ടിയാ. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ അത് നടത്തും. അളിയനിത്ര ഗൗരവത്തിൽ പറയരുതായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, വെറുതെ ഒരു വാശി ഉണ്ടാക്കരുത്. അറിയാം, ആ സത്യം നാട് വിട്ടു പോയിട്ടും അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകൾ അവിടെ മനസ്സിലുണ്ടെങ്കിൽ പൊക്കോട്ടി കരുതിയ. എങ്കിൽ ഞാൻ വരട്ടെ. നാളെ ചെക്കനെയും കൂട്ടി വരാം. ശരി. എന്താണാവോ ഉറക്കമല്ല. ആ സ്വാമിമാരെ കണ്ടേ പിന്നെ എനിക്ക് ചില ഐഡിയകൾ തോന്നി. എന്താ ഐഡിയ? നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ നമുക്കൊരു കളി കളിക്കാം. നമുക്ക് അടുത്ത ദിവസം തന്നെ നാട്ടിലേക്കൊന്ന് മടങ്ങിയാൽ. നാട്ടിലേക്കോ? അതെ, നാട്ടിലേക്ക് തന്നെ. എന്താ നിങ്ങൾക്ക് പേടിയുണ്ടോ? കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഞാൻ പറയാം. ഞാനൊന്ന് ആലോചിക്കാം. നമസ്തേ. നാമിനൽപ്പം ക്ഷീരം വേണമായിരുന്നു. എടാ ജീവ, നീ എപ്പോഴാ വന്നേ? നീയൊക്കെ പുറപ്പെട്ടു പോയിട്ട് എപ്പോഴാ വന്നേ? അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? ഞാനും സുന്ദരനും ഇപ്പോൾ സത്യാനന്ദ തിരുവടികളുടെ ശിഷ്യന്മാരാണ്. സത്യാനന്ദ തിരുവടികളോ? അതാരാ?
പൂർവജന്മത്തിൽ അദ്ദേഹത്തിന്റെ പേര് സത്യൻ എന്നായിരുന്നു. ഓ, നമ്മുടെ സത്യൻ. ഓ സത്യനല്ല, സത്യാനന്ദ തിരുവടികൾ. ഇവിടെ നിന്നും അദ്ദേഹം നേരെ പോയത് ഹിമാലയ സാനുക്കളിലേക്കായിരുന്നു. അവിടെ നിന്ന് കുക്കുടാനന്ദ സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. കുക്കുടാനന്ദ സ്വാമി സ്വർഗാരോഹണം ചെയ്യാൻ നേരം അദ്ദേഹത്തിന്റെ സകല കഴിവുകളും സത്യനു നൽകി. അങ്ങനെ അദ്ദേഹം സത്യാനന്ദ തിരുവടികളായി. ഈ തിരുവടികൾക്കേ ഭാവിയും ഭൂതമൊക്കെ പറയാൻ കഴിയോ? ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എന്തൊക്കെ അന്താരാഷ്ട്ര പ്രവചനങ്ങൾ നടത്തിക്കഴിഞ്ഞു അദ്ദേഹം. ഇന്ധനവില വർദ്ധിക്കുമെന്ന് പറഞ്ഞു, വർദ്ധിച്ചില്ലേ? സ്വർണ്ണവില കൂടുമെന്ന് പറഞ്ഞു, കൂടിയില്ലേ? എത്രയോ കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു, തളർവാദം പിടിച്ചവരെ എഴുന്നേൽപ്പിച്ചു നടത്തി. ഞാൻ കൂടുതലൊന്നും പറയുന്നു. എല്ലാവർക്കും സ്വാമിയെ നേരിട്ട് ദർശിക്കാം, അപ്പോൾ സത്യം ബോധ്യമാകും. മകളെ, ഞാൻ അല്പം പണം ഇവിടെ തരാനുണ്ടല്ലോ, ആദ്യം അത് വാങ്ങും. 500? ചില്ലറയില്ലല്ലോ സ്വാമി. ചില്ലറയില്ലെങ്കിൽ ബാക്കി പണം ഇവിടെ തന്നെ വിശ്രമിക്കട്ടെ, എടുത്തുകൊള്ളൂ. അല്ലെങ്കിലും പണത്തിലൊക്കെ എന്തിരിക്കുന്നു. അയ്യോ, പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. ക്ഷീരം ഇനിയൊരിക്കലാകട്ടെ. പോകട്ടെ. ശരി സ്വാമി. ഞങ്ങളുണ്ട് സ്വാമിയുടെ കൂടെ. എന്തായാലും സത്യാനന്ദ തിരുവടികളെ ഞങ്ങൾക്കും ഒന്ന് കാണണം. വേണ്ട ഭക്തരെ, ഇന്ന് ദർശനം നൽകില്ല. അമാവാസി നാൾ ദർശനാഹ സാധി. ഇന്ന് അമാവാസിയായതിനാൽ അദ്ദേഹം മൗനവ്രതത്തിലായിരിക്കും. നാളെ മുതൽ ദർശനമുണ്ടാകും. അപ്പോൾ വരും. മംഗളം ഭവന്തു. ഓ, സുനാമി വരണമെന്ന്. വരട്ടെ, പറ്റിലെഴുതാം. കാരണം ചെയ്യേണ്ടെന്ന് സുനാമി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടെ പോയി ചുമ്മാ ഇരുന്നാ മതി. നിങ്ങൾ തരാൻ റെഡിയായില്ലേ? എടാ, ആദ്യം വരുന്ന 1-2 ഭക്തന്മാർ നമ്മുടെ ആളുകളാ, വാടകയാ, നല്ല പ്രൊഫഷണൽ ബാലകാരാ. വാ വാ വാ, റെഡി. വാ 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 വാ. ഭക്തർക്ക് വരാം. വലിയ പ്രശ്നങ്ങൾ താങ്കളെ അലട്ടുന്നുണ്ടല്ലോ. അതെ സ്വാമി, അക്കാര്യം സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി? സത്യാനന്ദ തിരുവടികൾക്കറിയാത്ത കാര്യങ്ങൾ ഈ ജഗത്തിലുണ്ട്. എല്ലാം അറിയുന്നവൻ ജഗത്ത്, അതായത് സത്യാനന്ദ. മകനെ, നിന്റെ ഭാര്യയെ പിണങ്ങിപ്പോയല്ലേ? അതെ സ്വാമി, അതാണ് എന്റെ പ്രശ്നം. എന്റെ ഭാര്യയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഭയപ്പെടേണ്ട മകനെ, നിന്റെ ഭാര്യ ഇന്നേക്ക് 7-ാം ദിവസം മടങ്ങി വരും. അവളെയും കുട്ടി നീ നമ്മെ ദർശിക്കൂ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും നാം പരിഹരിക്കാം. സമാധാനമായി പോയി വരൂ മകനെ. മകനെ, സ്വാമിക്ക് ദക്ഷിണയായി ഒന്നും വേണ്ട. അങ്ങനെ പറയരുത് സ്വാമി. ഞാൻ അറിഞ്ഞ ദക്ഷിണ നൽകിയാലേ എനിക്ക് പുണ്യം കിട്ടൂ. എതിര് പറയരുത് സ്വാമി. എങ്കിൽ നമ്മുടെ പരിസരത്തുള്ള അനാഥാലയങ്ങളിലേക്ക് ഈ തുക നമുക്ക് നൽകാം. ശരി മകനെ, ദക്ഷിണ ഇതിൽ നിക്ഷേപിച്ചോളൂ. ചേച്ചിയൊരു കാര്യം അറിഞ്ഞോ? സത്യായിട്ട് മടങ്ങി വന്നു. ആണോ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? സ്വാമിയായിട്ടാ വന്നിരിക്കണേ. സ്വാമിയായിട്ടോ? സ്വാമി സത്യാനന്ദ തിരുവടികളെന്നാ സത്യന്റെ പേര്. നമുക്ക് ഈ കാര്യം ചേച്ചിയോട് പറയാം. അഭിലാഷേ നേരത്തെ ട്യൂഷൻ വരണോട്ടോ. ശരി ചേച്ചി. തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി. തങ്കമണി ചേച്ചി, 2 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ആ സത്യനും ശിവനും സുന്ദരനും കാട്ടിക്കൂട്ടുന്നതില് വലിയ സത്യാവസ്ഥ ഉണ്ടാവും. ഞാൻ നേരെ ചെന്ന് എന്റെ കാശും പലിശയും ചവിട്ടി പിടിച്ചു മേടിക്കും. അതോടെ തീരും അസത്യാനന്ദ തിരുവടികൾ. വേഗം ചെല്ലി, എന്നിട്ട് വല്ല ശാപവും കിട്ടിയിട്ട് പുഷ്ടവും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഒന്ന് ചുമ്മാതിരി ചേച്ചി.
പിന്നെ ശാപം പോക്കറ്റിട്ടുണ്ട് നടക്കാല്ലേ പറഞ്ഞോടി എടുത്തു തരാൻ. പാപ്പി, അനുഭവം കൊണ്ട് പറയാ, ഈ സ്വാമിമാരോട് വേണ്ട കേട്ടോ ഈ കളികളൊക്കെ. എത്ര എത്ര പേരാ അവിടെ വന്നു പോണേന്നറിയോ? എത്ര പേരുടെ വ്യാധികൾ മാറിയെന്നറിയോ? എത്ര പേർക്ക് സമ്പത്ത് ലഭിച്ചെന്നറിയോ? വേറെ ആരുമല്ല പറയണേ, അവിടെ പോയി വരുന്നവരാ. ഞാൻ ഏതായാലും അടുത്ത ദിവസം തന്നെ പോവാ. ഈ നൂറ്റാണ്ടിലാണോ ചേച്ചിയെ പോലെ ജീവിച്ചിരിക്കണേ? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടിക്കൂടി ഇവിടുത്തെ എല്ലാ ജനങ്ങളും നശിച്ചുവാണെന്ന് ഓർക്കുമ്പോ എനിക്ക് ദുഃഖമുണ്ട്. വെറുതെ അല്ല, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞു. അതാരാ? എന്റെ ഇളയ പെങ്ങളെ കെട്ടിയ ആങ്ങള. ഞാൻ ഇന്ന് 3ന്റെയും കള്ളക്കളി അവസാനിപ്പിക്കും. നോക്കിക്കോ. ഞാൻ ശശാങ്കൻ. ഇവിടെ ജോലിക്കൊരാൾ ആവശ്യമുണ്ടെന്നറിഞ്ഞു. ഇവിടുത്തെ വരവ് ചെലവുകൾ പരിശോധിക്കലും ജീവനക്കാരെ നിയന്ത്രിക്കലുമാണ് ശശാങ്കന്റെ ജോലി. പറഞ്ഞു വരുമ്പോൾ ഒരു മാനേജറുടെ ജോലി. സ്വാമി സമ്പൂർണ്ണാനന്ദയുടെ ആശ്രമത്തിലെ മാനേജറായിരുന്നു ഞാൻ. അപ്പോൾ മുൻപരിചയമുണ്ടല്ലേ? മാനേജരാന്ന് തൽക്കാലം ആരും അറിയണ്ട. ഇവിടെ ഒരു സ്വാമിയെ പോലെ കഴിഞ്ഞാ മതി. ഇവിടത്തെ രഹസ്യങ്ങൾ പുറം ലോകം അറിയരുത്. അറിയാലോ കാര്യങ്ങൾ. ശമ്പളത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ദർശനത്തിനുള്ള സമയമായി. ചാർജ് എടുത്തോളൂ. ശരി സ്വാമി. ആട്ടെ, സ്വാമി സമ്പൂർണ്ണാനന്ദയുടെ ആശ്രമത്തിലെ മാനേജറായി വർക്ക് ചെയ്തിരുന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്തേ പിന്നെ ഇങ്ങോട്ട് വന്നത്? സമ്പൂർണ്ണാനന്ദ ഒരു കള്ളസ്വാമിയായിരുന്നു. ഇപ്പൊ തീഹാർ ചെയ്യില്ല. ശരി സ്വാമി. എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. ഇത്ര പെട്ടെന്ന് സിദ്ധി ലഭിക്കുമോ? ഒന്നും കാണാതെ ഇത്രയേറെ ആളുകൾ വരുമോ? ഡെയിലി എത്രയാ വരുമാനമെന്നറിയോ? ദക്ഷിണയായിട്ട് ഡോളറുകളാ ഒഴുകുന്നേ. നമ്മളൊക്കെ അകന്നു നിൽക്കുന്നിടത്തോളം കാലം നമ്മൾക്കാ നഷ്ടം. അവരാണെങ്കിൽ പുതിയ ആശ്രമവും തുടങ്ങി. ആ ശിവന് സുന്ദരനും പണക്കാരനാവുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടോണ്ട് നിൽക്കണ്ടേ? ഒന്നും അല്ലെങ്കിലും നമ്മുടെ അളിയനല്ലേ സത്യം. ഒട്ടും സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോകാന്നേ. വാ. ജയ ജയ സ്വാമി, ജയ ജയ സ്വാമി, ജയ ജയ. പൊറുക്കണം സ്വാമി, എന്നെ ശപിക്കരുത്. ഞാൻ അറിയാതെ എന്തൊക്കെയോ പലരോടും പറഞ്ഞു. അങ്ങ് ജ്ഞാനദൃഷ്ടിയിൽ പലതും കാണുന്ന ദിവ്യനല്ലേ? ദയവ് ചെയ്ത് ഗുഷ്ടം തന്ന് ദ്രോഹിക്കരുത്. ദുട്ട് തന്ന് അനുഗ്രഹിക്കണം. ഈയിടെയായിട്ട് എന്റെ കാര്യം കുറെ കഷ്ടത്തിലാ. പണമിടപാടെല്ലാം അല്പം നഷ്ടത്തിലാ. എന്നോട് പൊറുക്കണം സ്വാമി, എന്നെ രക്ഷിക്കണം സ്വാമി. വല്ല രക്ഷയുണ്ടെങ്കിൽ എന്നെ ഇവിടുത്തെ ശിക്ഷകണങ്ങളിൽപ്പെടുത്തി ദത്തെടുക്കണം. ശിഷ്യഗണങ്ങളെല്ലാം ഫില്ലായി കഴിഞ്ഞു വത്സ. വേക്കൻസി വരുമ്പോൾ അറിയിക്കും. അങ്ങനെയൊന്നും പറഞ്ഞു ശരിയാവില്ല സ്വാമി, എന്തെങ്കിലും പണി തരണം. പാപ്പി, നിങ്ങൾ പണ്ട് കവിതകൾ എഴുതുമായിരുന്നില്ലേ? പ്രണയ കവിതകൾ. അതിന്റെ അനന്തരഫലം അറിയാൻ സ്വാമിക്ക്. പല പ്രണയ കവിതകളും തരുണീമണികൾക്ക് നൽകി അവരുടെ സഹോദരങ്ങൾ പാപ്പിയെ മർദ്ദിച്ചിട്ടുണ്ടല്ലേ? ഒന്ന് പതുക്കെ പറയൂ. ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് എന്നെ നാറ്റിക്കില്ലേ? നമ്മെ സ്തുതിച്ച് നീ വേണ്ടുവോളം കവിതകൾ എഴുതിക്കൊള്ളു. അത് വിറ്റ് നിനക്ക് സുഖമായി ജീവിക്കാൻ. സമാധാനമായി മടങ്ങു വത്സ. താങ്ക് യു സ്വാമി. രക്ഷക, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. സ്വാമിയേ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. അത് ശരിയാവില്ല.
സത്യനായക മുക്തിദായക. ഏയ് അത് ശരിയാവില്ല. പള്ളിമീറ്റ് പിടിച്ച ശരിയാവില്ല. പള്ളിന്ന് പോക്കാം. പള്ളിന് വേണ്ട. രണ്ടുകൂടെ മിക്സ് ചെയ്താലോ? തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ കൃഷ്ണ നീ ബേഗന് ബാരു. സത്യാനന്ദ തിരുവടികളെ. ശ്ലോകം പിടിക്കാം. അതാർക്കും മനസ്സിലാവില്ല. ഓം സത്യാനന്ദ തിരുവടികളെ നമഃ. ഓം നിത്യാനന്ദ സ്വരൂപായ നമഃ. ഓം ത്രിമൂർത്തിയായ സ്വാഹ. ഓം. ഇത് കുഴപ്പമില്ല. ഈ തോതി പിടിക്കാം, ഈ തോതി പിടിക്കാം, ഈ മീറ്ററിൽ പിടിക്കാം. തുറക്കാം. സംഭവം. ഓം നിത്യാനന്ദ സ്വരൂപായ നമഃ. ഓം പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഡബിൾ ശ്രീ സത്യാനന്ദ തിരുവടികളെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകം ഓരോന്ന് വാങ്ങിക്കൊണ്ടുപോകണം. സന്ധ്യാസമയത്ത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. വെറും 50 രൂപ മാത്രം നൽകിയാൽ, വെറും തുച്ഛമായ 50 രൂപ, 50 റുപ്പീസ് നൽകിയാൽ ഈ പുസ്തകത്തിലെ മന്ത്രങ്ങൾ 101 പ്രാവശ്യം ആവർത്തിച്ചാൽ അഭീഷ്ടസിദ്ധി ഉറപ്പാണ്. മടിച്ചു നിൽക്കാതെ കടന്നു വരൂ, കടന്നു വരൂ ഭക്തജനങ്ങളെ, കടന്നു വരൂ. പരിമിതമായ സ്റ്റോക്ക് മാത്രം, പരിമിതമായ സ്റ്റോക്ക് മാത്രം. ഡബിൾ ശ്രീ സത്യാനന്ദ തിരുവടികളെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ താനെന്തായി പറയണ? ഡബിൾ ശ്രീ 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 സത്യാനന്ദ തിരുവടികൾ. തൽക്കാലം ഒരു ശ്രീ മതി. ഓ, ഒരുമാതിരി ഫുട്പാത്ത് ലോട്ടറി കച്ചവടക്കാരെ പോലെ ഭക്തിയില് മതി. കച്ചവടമൊക്കെ മനസ്സിലായി. ഒരു ഭക്തൻ വന്നേക്കണ്. ഇതുവരെ കാണാത്ത അളിയനും ചെങ്ങന്മാരും ഒന്ന് പോരാട്ടാണ്. പാപ്പിയുടെ കളി. ഭക്തരെ ശ്രീ സത്യാനന്ദ തിരുവടികളെ ദർശിച്ച അനുഗ്രഹം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഭവന. പപ്പനാമൻ ചേട്ടാ, മെമ്പറെ സുഖാണോ? സുഖാണ്. കല്യാണം ചേച്ചി ഓഫീസിൽ പോണ്ട? പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോണല്ലേ? ഈ സ്വാമിയുടെ ഒരു പുസ്തകം വാങ്ങി കത്തിച്ചു വെച്ച നിലവിളക്കിന് മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു അഭീഷ്ട കാര്യത്തിനായി പ്രാർത്ഥിച്ച 101 പ്രാവശ്യം പ്രാർത്ഥിച്ച അഭീഷ്ടസിദ്ധി ഉറപ്പാണ്. പിടി കാശ് തന്നില്ല. നീ 101 പ്രാവശ്യമല്ല 1001 പ്രാവശ്യം പ്രാർത്ഥിച്ചാലും നീ ഒന്നും ഗുണം പിടിക്കല. ഓ ദൈവമേ, ഫൈൻറ്റിനുള്ള കാശ് തരികയോ? ഓ ശ്രീ ശ്രീ സത്യാനന്ദ. വാ, കടന്നു വാ, വാ.
സതീശ, അമ്മ എന്താ കാണിക്കണേ? എന്താ? ദാ അങ്ങോട്ട് നോക്കി. ഓ, മാതൃബന്ധനം എന്ന് നമുക്കതിന് പേരിടാം. അമ്മ ഏതായാലും പണിയില്ലാതെ ചുമ്മാ ഇരിക്കുമല്ലേ. ഞാനവിടെ പിടിച്ചിരുത്തിയത് ആ ശിവനെ സുന്ദരനെ നമ്മളെ അടുപ്പിക്കുന്നില്ല. സത്യനാളിന് വലിയ മൈൻഡില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു വരുമാനമൊക്കെ വേണ്ടേ? കുഴപ്പമില്ല. 5 സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ ഒരു തട്ടുകട ഇട്ടവരുണ്ട്. ഒരു പബ്ലിസിറ്റിയാണ് കൊടുത്താൽ സംഗതി ക്ലിക്കാവും. അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങിയിട്ട് മകനെ കണ്ടാൽ മതിയെന്ന് നമുക്കാണ് പറയാം. നമ്മുടെ ഭാര്യമാരെ കൂടി അവിടെ ഇരുത്തിയാലോ? അതും ഒരു വരുമാനം കൂടെ ആവൂലേ? ഏയ്, പെങ്ങന്മാർക്ക് അമ്മയുടെ അത്ര എഫക്ട് കിട്ടില്ല. ശരിയാ. ഈ കാര്യം നമുക്ക് അമ്മയുടെ കാലശേഷം ആലോചിക്കാം. പിന്നെ ആ ഉരുളിൽ 1000 രൂപ ഇട്ടത് ഞാനാ. ഇന്നത്തെ കളക്ഷൻ എടുക്കുമ്പോൾ ഓർത്താ മതി. ക്രൗഡ് കൂടുന്നു. വാ പോവാ. വാ വാ. വർഷങ്ങളായിട്ട് തളർവാദം പിടിച്ച് കിടപ്പിലായിരുന്നു. തളർവാദം പിടിച്ച് കിടക്കുകയാണ് സ്വാമി. സംസാരിക്കാൻ കഴിയില്ല. ഭയപ്പെടേണ്ട, ഇയാൾക്ക് സംസാരശേഷി ലഭിച്ചു കഴിഞ്ഞു. തളർവാദവും ഭേദമാണ്. രോഗമൊക്കെ ഭേദമായി. എഴുന്നേൽക്കൂ, പഠിക്കണ്ട, എഴുന്നേൽക്കൂ, താങ്കൾക്ക് കഴിയും. എഴുന്നേൽക്കൂ. നന്ദിയുണ്ട് സ്വാമി. ഇനി എന്നും ഞാൻ അങ്ങയുടെ ഭക്തനായിരിക്കും. ഇത് ഞങ്ങളുടെ സന്തോഷത്തിനാണ്. അനാഥാലയങ്ങൾക്ക് നൽകിക്കൊള്ളൂ. സന്തോഷം. ആയിക്കോട്ടെ. ആ തളർവാദം പിടിച്ചവന്റെ അഭിനയം അത്ര പോരായിരുന്നു. റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഒറ്റയടിക്ക് രൂപ 5000 വാങ്ങിയത്. ഇനി കുറെ സിനിമാക്കാരെയൊക്കെ ഇറക്കണം. അവന്മാര് വന്ന പിന്നെ വേണ്ടത്ര പബ്ലിസിറ്റി. ആ പിന്നെ നിന്റെ അളിയന്മാരെയും പെങ്ങന്മാരെയൊക്കെ നിലക്കി നിർത്തണം. കൂടുന്നുണ്ട് അവരുടെ അഭ്യാസം. ഇവിടെ വരുന്ന ഭക്തന്മാരെയൊക്കെ ക്യാൻവാസ് ചെയ്യൽ അവരുടെ പരിപാടി. ഒരു മാതൃവന്ദനം. ഈ മട്ടിനെ പോണെങ്കിൽ നമ്മുടെ ചീട്ട് കീറാൻ അധികം താമസം വേണ്ട. സ്വാമി, സ്വാമി, ചേട്ടാ ഒന്ന് മാറേട്ടാ, ഒന്ന് മാറേട്ടാ. ചേട്ടാ ഇവിടെ ഇവിടെ കുറച്ച് സ്ഥലം ചേട്ടാ.
എന്റെ ഒന്ന് കയറിക്കോട്ടെ ചേട്ടാ പ്ലീസ് ചേട്ടാ 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 എന്നെ ഞങ്ങൾ കാണിക്കണം ചേട്ടാ എന്തിനേട്ടാ സ്വാമിയേ സ്വാമിയേ കാത്തുകൊള്ളണേ അവിടെ തുടങ്ങിയേക്കണേ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവന്മാരാളെ കൂട്ടാൻ മിടുക്കന്മാരാ. എന്തോരം പെണ്ണുങ്ങളാ വന്നേക്കണേ. എന്ത് മാങ്ങാത്തൊലി കട്ടിനാണ്. എന്റെ പുണ്യാളാ. സോറി സ്വാമി. 5-6 പുസ്തകം വെച്ച് ഇവിടെ വന്നോരൊക്കെ മേടിച്ചിരുന്നെങ്കിൽ എന്റെ കാര്യം രക്ഷപ്പെട്ടെ. പുണ്യാളിന് ഞാനൊരു തിരികെ കൂടുതൽ ചോദിക്കരുത്. ശ്രീ ഡബിൾ സത്യാനന്ദ തിരുവടികളെ ദർശിച്ച സ്വാമിയെ രക്ഷിക്കണേ. എത്ര കഷ്ടപ്പെട്ടിട്ടും പണം ഉണ്ടാവുന്നില്ല. വലിയ പണക്കാരിയാകണമെന്നാണ് മകളുടെ മോഹം അല്ലേ? അതെ സ്വാമി, ഞാൻ പറയാൻ വന്നതും അത് തന്നെയാ. നാം പറയുന്ന മന്ത്രം 1 കോടി 1 തവണ ചൊല്ലുക. എണ്ണം തെറ്റിയാൽ വീണ്ടും ചൊല്ലുക. പൂർത്തിയാക്കി നമ്മെ വന്ന് ദർശിക്കൂ. ഉദ്ദിഷ്ടകാര്യം സാധിക്കും. എങ്കിൽ വേഗം മന്ത്രം പറഞ്ഞു തരൂ സ്വാമി. ഇതാ മന്ത്രം കേട്ടുകൊള്ളൂ. ദക്ഷിണ ഇപ്പോൾ തരണ്ട. കോടീശ്വരിയായി വന്നിട്ട് തന്നാ മതി. ശരി, മടങ്ങിക്കൊള്ളൂ. എങ്കിൽ 1 കോടി 1 തവണ 1 പ്രാവശ്യം ചൊല്ലിയിട്ട് വേഗം വരാൻ സ്വാമി. പോയി വരൂ മകളെ. കോട്ടറിനെ പോലെ ഫൈൻഡൻസി നിങ്ങളാണോ ഈ പ്രാർത്ഥനാ പുസ്തകം രചിച്ചത്? ഇതേ വല്ല അർത്ഥവ്യത്യാസമുണ്ടോ? ഇല്ലല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ നന്നായി പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് നോമ്പ് നോറ്റെഴുതിയതാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല. അതിലൊരു വരിയുണ്ട്. മഞ്ചീര കുണ്ടല ചിഞ്ചീര പത്മസ് ലയപാതുകം എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഈ മഞ്ഞ ജീരകെ കുണ്ടളത്തിലിട്ട് വടിയരച്ച് ഈ പത്മശ്രീ ലയ പാതകം എന്ന് പറഞ്ഞ ആ പാദത്തിൽ വെച്ചാൽ അനുഗ്രഹം കിട്ടും. അതാ എന്റെ അർത്ഥം. ആണോ? ആണോന്നോ? അല്ല പിന്നെ അങ്ങനെ തന്നെ. ഇത്രയൊക്കെ സ്ഥിതിക്ക് എന്നെ കുറിച്ചൊരു പുസ്തകം എഴുതും. അതായിരുന്നു കാര്യം. ഇങ്ങയെ കുറിച്ചാണെങ്കിൽ സമയം എന്തിനാ? ഇപ്പൊ പിടിച്ചോ. മൃഗരാജഗഠി ഗജരാജമുഖി മന്ദം 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 മന്ദഗതി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഒന്ന് പാടും. അല്ലെങ്കിൽ പിന്നെ ഒരു മണകൊണാഞ്ചൽ എന്നിതൊക്കെ തെറ്റി. ഇതെല്ലാം ഒരു ചാരായ പരിവായി. ഞാൻ
അമ്മേ മഹാമായേ. ഇത്രയും കഴിവൊക്കെ നമ്മുടെ സത്യനുണ്ടോ? അത്ഭുതം തന്നെ. ഇതിലെന്തോ തരികിടയുണ്ടെന്ന് എനിക്ക് തോന്നണം. അതൊന്നും നമ്മൾ അന്വേഷിക്കണ്ടെന്നേ. ഇവിടെ വീണത് ചില്ലറ വരുമാനമൊന്നുമില്ലല്ലോ. $5110, 5111, 5112, 5113, 5114. തങ്കമണി, എടി തങ്കമണി, മുഴുവൻ തെറ്റിച്ചു കളഞ്ഞല്ലോ. നിനക്കെന്താ പറ്റിയടി? 5100. തങ്കമണി, വീണ്ടും എന്നെ തെറ്റിച്ചു കളഞ്ഞല്ലോ. എന്നെ പിടിച്ചോ ദൈവേ. 14, 17. ഈ ചേച്ചിക്ക് എന്താ പറ്റിയ സാമ്യം നോക്കണം. കുറച്ചു ദിവസമായിട്ട് സ്ഥിരബുദ്ധി ഇല്ലാതെ ഇവ എന്തൊക്കെയോ പറയുന്നു. സ്വാമി, ഇന്നു മുതൽ ഇതാ അവസ്ഥ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും. ധൈര്യമായി മടങ്ങിക്കൊള്ളൂ. എനിക്ക് നീ എന്ത് മരുന്നാടാ കൊടുത്ത? ഉറക്ക ഗുളിക പിടിച്ച് വെള്ളത്തി അയച്ചു കൊടുത്ത്. പിന്നെ ഉറക്കുള്ള കഴിച്ചാ ആളുറങ്ങൂലേ? ഉറങ്ങിക്കോട്ടെ. എടാ, ഉറങ്ങാതിരുന്ന് മന്ത്രം ചൊല്ലിയോണ്ടാ ചേച്ചി ഈ രൂപത്തിലായത്. 1 2 തവണയൊന്നുമല്ല, 1 കോടി 1 പ്രാവശ്യം തെറ്റിയിട്ടുണ്ടെങ്കിലോ വീണ്ടും ചൊല്ലണം. എടാ, വല്ല നൂറ്റൊന്നെങ്ങാൻ പറഞ്ഞു പോരാർന്നാ. ഉറക്കം എന്നിട്ട് കഴിഞ്ഞാ ചേച്ചി പഴയ ചേച്ചിയാവും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആ, നമുക്ക് അടുത്ത ആൾ വിളിച്ചാലോ? വിളിക്കാം. എന്റെ മകളും സാമിയും തമ്മിലുള്ള വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ്. അവളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കണ്ടെന്ന് ഞങ്ങളെന്ന് കരുതി. ഇനി വൈകണ്ട, നല്ലൊരു നാള് കുറിച്ചോളൂ. സമയമായി, അടുത്ത ആൾ വരട്ടെ. വേഗം പോകൂ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി. ഇവന്റെ കയ്യിൽ 4 കാശ് വന്നെന്നറിഞ്ഞ് അവര് കല്യാണാലോചനയായിട്ട് വന്നേക്കുവാ. നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ? തന്നെയല്ല, സാമിയാര് കല്യാണം കഴിച്ചാൽ ശരിയാവൂല. അതെന്താ? പ്രശസ്തരായ ദിവ്യന്മാരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചാൽ മാർക്കറ്റ് ഇടിയുന്നേ. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുവോ? ബ്രഹ്മചര്യം അന്വേഷിക്കുന്ന നിനക്ക് നല്ലത്. ബ്രഹ്മചര്യോ? ശിവ, ആ പെണ്ണിന്റെ പുറകെ കടന്നിട്ടെ അവന്മാര് തല്ലാമെന്നതിനെ. അത് തന്നെ, അത് നീ മറക്കണ്ട. നമ്മുടെ വിവാഹത്തിന് ഇപ്പോ ആർക്കും എതിർപ്പില്ല. എല്ലാ പ്രശ്നങ്ങളും വഴിമാറി. കാര്യങ്ങളൊക്കെ ഒരു വഴിക്കെടുത്തപ്പോഴാ ഇങ്ങനെ പുതിയൊരു പ്രശ്നം. ശിവനും സുന്ദരനും നമ്മുടെ വിവാഹത്തിന് അനുകൂലിക്കുന്ന ലക്ഷണമില്ല. ഇവിടെ മനുഷ്യനായി ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവരുടെ മുന്നിലും ഞാൻ ദൈവമാണ്. ഇനിയൊരു മോചനത്തിന് ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അധികം നേരം ഇവിടെ നിൽക്കണ്ട. ആളുകൾ കണ്ടാൽ പ്രശ്നമാണ്. ഞാൻ വിളിക്കാം. പോയിക്കോളൂ. ശരി.
എന്താടാ പറയാണ്ടെന്ന് പറഞ്ഞ? അത് പിന്നെ നമുക്കിതൊക്കെ അങ്ങ് നിർത്താടാം. ഏ എത്ര നാളാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഭാഗ്യത്തിനെ പിടികൂടാതെ മുന്നോട്ട് പോകുന്നത് നമ്മൾ തെറ്റാ ചെയ്യുന്നത്. വലിയ തെറ്റ്. ഓ വലിയ തെറ്റ്. എടാ ഇതൊക്കെ തെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് ആലോചിക്കണായിരുന്നു. എന്താടാ പറ്റിയേ? ഇപ്പൊ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ല. കുറ്റബോധം കൂടുതൽ തോന്നണെങ്കിലേ വല്ല കാശിക്കും പോടാപ്പാ. ഇത് പറയാനാ വിളിച്ചേ? വാ. അവന്റെ ഒരു വേഷം കെട്ടേ. ഞാനെന്തു പറയും, ഇനി എന്തു പറയും? ഞാനെന്തു പറയും, ഇനി എന്തു പറയും? ഞാനെന്തു പറയും, ഇനി എന്തു പറയും? കാണുന്ന വഴിയിൽ അവളിന്നു വന്ന നെഞ്ചിലെ നൊമ്പരമിങ്ങനെ ചൊരിയും. കാണുന്ന വഴിയിൽ അവളിന്നു വന്ന നെഞ്ചിലെ നൊമ്പരമിങ്ങനെ ചൊരിയും. വികാരം വിവേകത്തിന് വഴിപ്പെടുമ്പോഴാണ് മനുഷ്യൻ പൈശാചികമാവും. കാമക്രോധലോഭ മോഹങ്ങൾ. സത്യനെ കാണാനല്ല. എടാ അവിടെ എങ്ങാനും ഉണ്ടാവും, നീ പോയി നോക്ക്. ഒന്ന് വേഗം വാടാ. എടാ ഞാൻ ഇവിടെ പ്രഭാഷണം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കടാ. ഒന്ന് വാന്നേ. വാ. വാന്നാ. നിങ്ങളോട് യാത്ര പറയാൻ നിൽക്കാതെ ഞാൻ പോവുകയാണ്. എവിടേക്കാണെന്ന് ചോദിക്കരുത്. എന്നോടൊപ്പം സുമയും കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. സുമയുടെ വീട്ടുകാർ ഇക്കാര്യം ആരോടും പറയില്ല. യാത്ര പറയാൻ നിന്നാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്കിവിടം മടുത്തു. എല്ലാവരും എന്നെ ദൈവമായിട്ടേ കാണും. ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ഇനി ഞാൻ തിരിച്ചു വരില്ല. സ്നേഹപൂർവം, സത്യം. ദുഷ്ടൻ വല്ലാത്ത ചതി ചെയ്തത്. ദർശനം കൊടുക്കേണ്ട സമയമായി. ആളുകൾ കാത്തു നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇന്നിങ്സ് അവസാനിച്ചിട്ടില്ല. ഓവർ ഇനിയും ബാക്കിയുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ദർശനം വാ, നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഭക്തജനങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അല്പം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സത്യാനന്ദ തിരുവടികൾ സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സിദ്ധികളും ശിവാനന്ദ തിരുവടികൾക്ക് കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഇനി മുതൽ നമ്മൾ ദർശിക്കേണ്ടത് ശിവാനന്ദ തിരുവടികളെയാണ്. അനുഗ്രഹം വാങ്ങിച്ചോളൂ.